5,10,000 രൂപക്ക് നമുക്ക് വണ്ടി കൊടുക്കാം. ഫുള്ള് ലോണും ചെയ്ത് കൊടുക്കാം. അത് 15 വണ്ടിയാണ് സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. 3.0 ഓട്ടോ വരുന്നത്. 3.0 വരുന്ന 6 സ്പീഡ് ഗിയർ ബോക്സ് വരുന്ന വാഹനമാണ്. അതായത് ഓട്ടോമാറ്റിക്കലി 6 സ്പീഡ് ഗിയർ ബോക്സ്. 3.2 വരുന്ന 4x4 ഓട്ടോമാറ്റിക്. ഫുൾ കമ്പനി സർവീസ്. 5 ലക്ഷം രൂപയുടെ ഫിറ്റിംഗ്സ്. 5 TRD കിറ്റ്, സസ്പെൻഷൻ ഒക്കെ മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഉൾഭാഗം മൊത്തം ഡാർക്ക് എഡിഷൻ ആക്കിയിട്ടുണ്ട്. ബക്കറ്റ് സീറ്റ് ഒക്കെ ചെയ്ത് നല്ല അടി. പിന്നെ ഫ്രണ്ടും ബാക്കും ഒക്കെ DR ചെയ്തും 2.25 ലക്ഷം രൂപ കൊടുക്കാം. 3 ലക്ഷം തികയാത്ത വണ്ടി. എത്ര മോഡലുണ്ട് ഇത്? 2005 മോഡൽ. കമ്പനി ചെയ്യുന്നതാണ്. 1.5 ലക്ഷം രൂപയുടെ ഫിറ്റിംഗ്സും കാര്യങ്ങളും ഈ ഭാഗത്ത് മാത്രമുണ്ട്. ടോട്ടലി 10 ലക്ഷം രൂപയുടെ ഫിറ്റിംഗ്സ് ഉള്ള ഒറിജിനൽ കേരള രജിസ്ട്രേഷൻ വാഹനം. വാഹനത്തിന് ഏകദേശം 690 മുടക്കാതെ നമുക്ക് വാഹനം ഇറക്കാൻ പറ്റും. സിബിൽ സ്കോർ 750 വേണം. ബാങ്കിങ് വേണം. 6 മാസത്തെ സ്റ്റേറ്റ്മെന്റും. 3.25 ലക്ഷം രൂപയിൽ 3.25 ലക്ഷം രൂപ ലോണും ചെയ്യാം. ഫുൾ ലോൺ ചെയ്യാൻ പറ്റും. നമ്മളങ്ങനെ വീണ്ടും വണ്ടൂരുള്ള സമീർ ഭായിന്റെ അടുത്ത് വീട് RB മോട്ടോഴ്സിലാണ്. കുറെ വണ്ടികൾ പുതിയ സ്റ്റോക്ക് അറിയണം. 10-30ഓളം വണ്ടികൾ ഫുൾ വണ്ടികളുണ്ട്. 2 പാർട്ടിയുടെ വീഡിയോ കേട്ടോ. നമ്മളെ കൂടുതൽ സമീർ ഭായി നമ്മുടെ വീഡിയോയിലേക്ക് സുഖമായിട്ട് പോകുന്നു. അതാണ് ലൊക്കേഷൻ നമുക്ക് കറക്റ്റ് മലപ്പുറം ജില്ലയിൽ വണ്ടൂര് പെരിന്തൽമണ്ണ റോട്ടിൽ റിലയൻസിന്റെ ട്രെൻഡ്സിന് തൊട്ട് ചാരി വ്യാപാരി ഭവൻ റോഡ് 200 മീറ്റർ കഴിഞ്ഞാൽ നമ്മുടെ വീടും ഷോപ്പൊക്കെ ഒരുമിച്ചാണ്. വീട്ടിൽ തന്നെ. RB ഓട്ടോ സ്കൂട്ട് അല്ല, അത് നമുക്ക് പൊല്യൂഷൻ സെന്ററും ഇൻഷുറൻസ് ഓഫീസൊക്കെ RB മോട്ടോഴ്സ് ആണ്. ഇത് ഇങ്ങോട്ട് വന്നാൽ മതി. കാറുകൾ ഒരു 10-60 കാറുകൾ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടാവും. ഇപ്പൊ നല്ലൊരു 50 കാർ നല്ലൊരു യാർഡിലുണ്ട്. 10-15 കാറുകൾ പൊല്യൂഷൻ ഒക്കെ പോലെ അയച്ചെടുക്കാൻ പറ്റും. വാഹനങ്ങൾ എല്ലാ വാഹനത്തിന്റെയും നമ്പർ നമ്മൾ ഒരിക്കലും ഐഡ് ചെയ്തൂല. അപ്പൊ ആ നമ്പർ അതിന്റെ ഹിസ്റ്ററി എടുക്കാൻ പറ്റും. ഇൻഷുറൻസിൽ ക്ലെയിം ഹിസ്റ്ററി നോക്കാൻ പറ്റും. അതുപോലെ തന്നെ വണ്ടിയുടെ ബ്ലാക്ക് ലിസ്റ്റ് ഉണ്ടോ, എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ, ഫൈൻ ഉണ്ടോ, അതൊക്കെ നമുക്ക് ചെക്ക് ചെയ്തിട്ട് വണ്ടി എടുത്താൽ മതി. ഒരു വണ്ടിയുടെയും നമ്പർ നമ്മൾ മറച്ചിട്ടില്ല. അപ്പോൾ കസ്റ്റമർക്ക് മാക്സിമം യൂസ് ചെയ്ത് അതെ. ഒക്കെ കേരള വണ്ടികളാണ് അധികവും. ചെയ്ത വണ്ടികൾ മാത്രമേ വിൽക്കുള്ളൂ. NOC ഉള്ള ഒരു വണ്ടി നമ്മൾ വിൽക്കൂല. കേരളത്തിൽ നമ്പർ ആയെങ്കിൽ മാത്രമേ നമ്മൾ എടുക്കുള്ളൂ, വിൽക്കാനും വെക്കുള്ളൂ. ഗ്യാരണ്ടിയാണ്. 30ഓളം വണ്ടികൾ ഫുള്ള് ലോണിലുണ്ട്. അതുപോലെ തന്നെ ഒരു 4-5 വണ്ടികൾ ക്യാഷ് ബാക്ക് ഉള്ള വണ്ടികളുണ്ട്. ഡീലർ പ്രൈസിലും താത്തി നമുക്ക് കൊടുക്കാൻ പറ്റുന്ന എൻഡോവർ ഉണ്ട്. അതും ജീപ്പ് കോമ്പസ് ഉണ്ട്, ആരിയർ ഉണ്ട്. എല്ലാ ഓപ്ഷനും 4x4 ഓട്ടോമാറ്റിക് ചെറിയ മുടക്കിൽ ഇളക്കാൻ പറ്റുന്ന വണ്ടികളുണ്ട്. ഒക്കെ കേരള വണ്ടികളാണ്. ചെറുവണ്ടികളുണ്ട്. അതുപോലെ തന്നെ ബഡ്ജറ്റ് റേഞ്ച് വണ്ടികൾ അടി താഴെ ഇന്നോവ 2,70,50,000 മുതൽ ഇന്നോവ സ്റ്റാർട്ടിംഗ് ഉണ്ട്. ഒക്കെ വീഡിയോയിൽ കാണാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനെ കാണാൻ ശ്രമിക്കാം. നമ്മളെ ചാനൽ കാണി മറക്കാം, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ മറക്കണം. അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോകാം. വെറും 6 ലക്ഷം റുപ്യക്ക് നല്ല അടിപൊളി ഫോർഡ് എൻഡോവറില്ല ബ്ലാക്ക് കളർ. നമ്മളെ കൂടുതൽ ഷമീർ ഭായിയാണ് നമ്മുടെ വീട്ടിലേക്ക് സുഖല്ലേ? ഇതെല്ലാം താര രാജാക്കന്മാരെ നമ്മളെ ഫോർച്യൂണർ ഓട്ടോമാറ്റിക് ഉണ്ട്. 2 ഫോർച്യൂണർ ഉണ്ട്, എൻഡോവർ ഉണ്ട്, ജീപ്പ് കോമ്പസ് ഉണ്ട്. അതും എല്ലാവരും ആഗ്രഹിക്കുന്ന കളർ ബ്ലാക്ക് എൻഡോവർ, ഫോർച്യൂണർ വൈറ്റ്, കോമ്പസ് റെഡ്, എല്ലാ തരം കളർ. മാക്സിമം ലോണും ചെയ്യാൻ പറ്റുന്ന ഇതൊക്കെ എൻഡോവറിൽ ന്യൂ മോഡലില് 4x4 ഓട്ടോമാറ്റിക്, 4x4 ഓട്ടോമാറ്റിക് പനോരമിക് സൺറൂഫ് എല്ലാ ഓപ്ഷനും വരുന്നു. പിന്നെ അത്യാവശ്യം നല്ല ഫിറ്റിംഗ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് 39,000 കിലോമീറ്റർ നിലവിൽ ഓടിയിട്ടുള്ളൂ. 39,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. 4 പുത്തൻ ടയർ ഈ വാഹനത്തിൽ ചെയ്തിട്ടുണ്ട്. സിയറ്റിന്റെ പുതിയ ടയർ ചെയ്തിട്ടുണ്ട്. ഇൻഷുറൻസ് അടുത്ത കൊല്ലം ഇപ്പൊ 10ാം മാസം 11ാം മാസം വരെ ഇൻഷുറൻസ് ഉണ്ട്. ഫസ്റ്റ് ക്ലാസ് 17 ലക്ഷം ഐ ഉണ്ട്. നിലവിൽ HDFC ലോൺ ഉണ്ടായിരുന്നു, ക്ലോസ് ചെയ്ത് NOC കാര്യങ്ങളൊക്കെ നിലവിൽ റെഡിയിലുണ്ട്. ഇപ്പൊ നിലവിൽ 3ാമത്തെ ഓണർഷിപ്പ് ആണ്. ഇത് ചെയ്ത വണ്ടിയാണ്, ചെയ്ത വണ്ടിയാണ്. 2016 വണ്ടിയാണ്. 18 റീ ആയത്. അത് 2 കൊല്ലം അവിടെ യൂസ് ചെയ്തിട്ടുള്ള
ഇതിൽ എക്സ്ട്രാ ഒരുപാട് ഫിറ്റിംഗ്സ് കാര്യങ്ങൾ നമ്മളെ മസ്താങ്കിന്റെ ഹെഡ്ലൈറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഫാൻസി നമ്പറാണ്, 20-21 നമ്പർ ഉണ്ട്. വണ്ടി മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. പമ്പർ ഒരു വട്ടം റീപ്ലേസ് ചെയ്തിരുന്നു, ചെറിയ തട്ട് കെട്ടിയിട്ട് പമ്പർ റീപ്ലേസ് ചെയ്തിരുന്നു. ഒന്നും റീപ്ലേസ് അല്ല. വണ്ടി നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്, വെരിഫൈ ചെയ്തിട്ട് എടുത്താണ്, എടുത്താൽ മതി. നല്ല കണ്ടീഷൻ വണ്ടിയാണ്. നിങ്ങൾ വണ്ടി ബ്ലാക്ക് കളറിലെ ഈ ഒരു ലുക്കുള്ള വാഹനത്തിനൊക്കെ എല്ലാവരും ചോദിക്കുന്ന റേറ്റ് 23 ലക്ഷത്തിന്റെ താഴെ വണ്ടികൾ ഇല്ല. ഇത്രയും കണ്ടീഷനുള്ള വാഹനങ്ങൾ നമുക്ക് 19 ലക്ഷം രൂപ കൊടുക്കാം. 19 ലക്ഷം രൂപ കൊടുക്കോ? റേറ്റ് കസ്റ്റമർ നേരിട്ട് വന്നോട്ടെ. ഈ വാഹനങ്ങൾ എടുക്കുന്ന ആളുകൾക്ക് ഒരുവിധ ആളുകൾക്ക് എക്സ്ചേഞ്ച് ചെയ്യാൻ സൗകര്യം ഉണ്ടാവും. എല്ലാ വാഹനത്തെയും നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാം, എടുത്തു പോകാം. കാരണം ചിലപ്പോൾ ഫോർച്യൂണർ ആണ് ഇതിൽ കൂടുതൽ എക്സ്ചേഞ്ച് വേറെ ഉണ്ടാവുക. കാരണം ഫോർച്യൂണർ യൂസ് ചെയ്യുന്ന ആളുകൾക്ക് അതിന്റെ ആ ഒരു ബഡ്ജറ്റും ആവും, അതിലേറെ സേഫ്റ്റി ആവും, അതിലേറെ കംഫർട്ടും ഉണ്ടാവും. ഇത് 3.0 ആട്ടോ വരുന്നത്. 3.0 വരുന്ന 6 സ്പീഡ് ഗിയർ ബോക്സ് വരുന്ന വാഹനമാണ്. അതായത് ഓട്ടോമാറ്റിക്കലി 6 സ്പീഡ് ഗിയർ ബോക്സ് 3.2 വരുന്ന 4x4 ഓട്ടോമാറ്റിക്. ലോൺ എത്ര വരുന്നേ? 16 ലക്ഷം മറ്റേ വാല്യുവേഷൻ ഉണ്ട്. ബാങ്കിന്റെ വാല്യുവേഷൻ 16 ലക്ഷം രൂപ ഉണ്ട്. 17 ലക്ഷം ഐ ഡി ഉണ്ട്. അതിന്റെ ഒരു 80% ലോൺ ഇട്ട് 13 ലക്ഷം രൂപ, 6 ലക്ഷം രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ ഈ എൻഡോവർ കൊണ്ടുപോകാം. അത് ഓട്ടോമാറ്റിക് ആണ്. ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ള ഏറ്റവും ടോപ്പ് എൻഡ് ഓപ്ഷൻ വരുന്ന എൻഡോവർ. എത്ര മൈലേജ് കിട്ടും? മൈലേജ് 10 4x4 ഒക്കെ ഇട്ട് പോകുകയാണെങ്കിൽ ഒരു 8 കിലോമീറ്റർ മൈലേജ് കിട്ടുമല്ലോ. തീർച്ചയായിട്ടും പവർ കൂടിയ എഞ്ചിനാണ്. കാരണം ഇതിൽ 2 ടൈപ്പ് എഞ്ചിൻ ഉണ്ട്, 2.5 ഉണ്ട്, 3.2 ഉണ്ട്. ഇത് 3.2 എന്ന ഏറ്റവും കൂടുതൽ എഞ്ചിൻ. ചെറിയ മുടക്കിൽ നല്ല അടിപൊളി ജീപ്പ് കോമ്പസ് ആണ്, റെഡ് കളറാണ് അല്ലേ? ഇത് 2017 ലാസ്റ്റ് മോഡല്, ലിമിറ്റഡ് ആണ് ഓപ്ഷൻ. ഏറ്റവും ടോപ്പ് എൻഡ് ഓപ്ഷൻ 2.0 ഡീസൽ ലിമിറ്റഡ് 17. നിലവിൽ സിംഗിൾ ഓണർഷിപ്പ് ആയിരുന്നു, സെക്കൻഡിലോട്ട് മാറിയിട്ടുണ്ട്. സർവീസ് ബുക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതും ഡീസലില് 1,10,000 കിലോമീറ്റർ ആകെ വണ്ടി ഓടിയിട്ടുള്ളൂ. പ്രോപ്പർ സർവീസ് പോയിട്ടുണ്ട്. ഇൻഷുറൻസ്, പുതിയ ഇൻഷുറൻസ് ഉണ്ട്. ആക്സിഡന്റ്, റീപ്ലേസ്, ഫ്ലഡ് ഒന്നും വാഹനത്തിൽ ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കുക. വണ്ടിയിൽ വേറെ ക്ലെയിമും ഇല്ല കേട്ടോ. വണ്ടിയിൽ ഒരു ക്ലെയിം ഇല്ല. ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിക്കുന്ന കളർ റെഡ് കളർ. നല്ല റോഡ് പ്രസൻസ് ഉള്ള വണ്ടിയാണ്. റോഡിൽ ആൾ കണ്ടാലും ആ വണ്ടിയിലൊന്നും നോക്കി പോകും. ഏകദേശം 16-17 കിലോമീറ്റർ മൈലേജ് ഈ വാഹനത്തിൽ ലിമിറ്റഡ്. അന്ന് ഏകദേശം 20 ലക്ഷം രൂപ പുതിയ വണ്ടിക്ക് വന്നിട്ടുണ്ട്. ഇന്ന് അതിലേറെ 35-36 ലക്ഷം രൂപന്റെ മുകളിൽ വില വന്നിട്ടുണ്ട്. ലിമിറ്റഡ് ആണ്. 17 ലാസ്റ്റ് 12 ലക്ഷം രൂപ നമ്മൾ ചോദിക്കുന്ന റേറ്റ്. ഓഫർ റേറ്റ് ഇട്ടിട്ടുണ്ട് 12 ലക്ഷം രൂപക്ക് ലിമിറ്റഡ്. 1 രൂപ ഡൗൺ പേയ്മെന്റ് ഇല്ല കസ്റ്റമർക്ക് വണ്ടി കൊടുക്കുന്നത്. 13 ലക്ഷം വരെ ലോൺ കിട്ടും. IT ഉള്ള കസ്റ്റമർ ആണ്, ഇൻകം ടാക്സ് ഫയൽ ചെയ്യുന്ന കസ്റ്റമർ ആണെങ്കിൽ 13 ലക്ഷം വരെ ലോൺ കിട്ടും. ഇനി അതില്ലാത്തവരാണെങ്കിൽ 10 ലക്ഷം രൂപ മാക്സിമം ലോൺ കയറും. IT ഇല്ലാത്ത കസ്റ്റമർ ആണെങ്കിൽ 10 to 11, 12 ലോൺ കയറും. IT അത് ഇൻകം ടാക്സ് ഫയൽ ചെയ്യുന്ന കസ്റ്റമർ ആണെങ്കിൽ പേടിക്കേ വേണ്ട, മാക്സിമം ലോൺ ആണല്ലോ. 1 രൂപ മുടക്കാതെ കൊണ്ടാ പിന്നെ 1 ലക്ഷം അങ്ങോട്ട് കൊടുക്കാം. വണ്ടി നല്ല നീറ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഉൾഭാഗമൊക്കെ നിങ്ങൾക്ക് കാണേണ്ട കാഴ്ച ഉള്ളൊക്കെ നല്ല ക്വാളിറ്റി, നല്ല വൃത്തിയുള്ള ക്വാളിറ്റിയുള്ള വണ്ടിയാണ് കേട്ടോ. വേറെ റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. KL 01 തിരുവനന്തപുരം രജിസ്ട്രേഷൻ വണ്ടി, നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി. അടുത്ത വണ്ടി നല്ല അടിപൊളി ഫോർച്യൂണർ 4x4. അത് ഓട്ടോമാറ്റിക്, 2 വീൽ ഡ്രൈവ് ഓട്ടോമാറ്റിക്. 2 വീൽ ഓട്ടോമാറ്റിക് ആണ്. 2 വീൽ ഓട്ടോമാറ്റിക്. ഇത് 2 ടൈപ്പ് എഞ്ചിൻ ഫോർച്യൂണറിൽ വന്നിട്ടുണ്ട്. ഒന്ന് 5 സ്പീഡും ഒന്ന് 4 സ്പീഡും. ഇത് 5 സ്പീഡ് എഞ്ചിൻ വരുന്ന മൈലേജ് കൂടിയ ടൈപ്പ് എഞ്ചിൻ വരുന്ന വാഹനമാണ്. ഒറിജിനൽ കേരള രജിസ്ട്രേഷന്, സിംഗിൾ ഓണർഷിപ്പ്, ഫുൾ കമ്പനി സർവീസ്, 5 ലക്ഷം രൂപയുടെ ഫിറ്റിംഗ്സ്, 5 TRD കിറ്റ്, സസ്പെൻഷൻ ഒക്കെ മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഉൾഭാഗം മൊത്തം ഡാർക്ക് എഡിഷൻ ആക്കിയിട്ടുണ്ട്. ബക്കറ്റ് സീറ്റ് ഒക്കെ ചെയ്ത് നല്ല അടി. പിന്നെ ഫ്രണ്ടും ബാക്കും ഒക്കെ DR ചെയ്തിട്ടുണ്ട്. യാതൊരുവിധ മേജർ ആക്സിഡന്റ്, റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ബാക്ക് ഡിക്കി മാത്രം ഒന്ന് കമ്പനിയിൽ നിന്ന് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. വേറെ ഒരു കംപ്ലൈന്റോ കാര്യങ്ങളൊന്നുമില്ല. 2 പുത്തൻ ടയർ ഇട്ടിട്ടുണ്ട്. പുതിയ ബാറ്ററി ഉണ്ട്. 2 ടയർ, ബാക്കത്തെ ടയർ 85% ടയറേ ഉള്ളൂ. ഈ വാഹനം നമുക്ക് ഡീലർ പ്രൈസിന് കൊടുക്കാം. 13 ലാസ്റ്റ് സിംഗിൾ ഓണർഷിപ്പ് ഒറിജിനൽ കേരള വാഹനം. ഈ വാഹനം നമുക്ക് 14.5 ലക്ഷം രൂപക്ക് ഫൈനൽ ആയിട്ട് കൊടുക്കാം. 15 ലക്ഷം നമ്മൾ ആസ്കിംഗ് പ്രൈസ് ഇട്ടിട്ടുള്ളത് 14.5 ലക്ഷം രൂപക്ക് ഫൈനൽ ആയിട്ട് കൊടുക്കാം. കേരള വണ്ടി. ഇതിന് 14 ലക്ഷം രൂപ ID ഉള്ള പുതിയ ഇൻഷുറൻസ് ഉണ്ട്. കസ്റ്റമർക്ക് 14 ലക്ഷം വരെ ലോണും ചെയ്യാം. മാക്സിമം ചിലപ്പോൾ നല്ല പ്രൊഫൈൽ ഉണ്ടെങ്കിൽ
4.5 ലക്ഷം രൂപക്ക് തന്നെ ഫുൾ ലോൺ 14.5 ലക്ഷം രൂപ ലോൺ ഫുൾ ലോൺ അല്ലെങ്കിൽ 50,000 മുടക്കല്. കേരള വണ്ടി സിംഗിൾ ഓണർ ആട്ടോ, റീ രജിസ്ട്രേഷൻ ചെയ്ത വണ്ടിയല്ല. KL 2448 എന്നൊക്കെ നമ്പറുള്ള വാഹനമാണ്. ഫുള്ള് ലോണില് TRD കിറ്റും 5 ലക്ഷം രൂപന്റെ ഫിറ്റിംഗ്സ് ഉള്ള വണ്ടിയാണ് കൊടുക്കാറല്ലേ. അടിപൊളിയൊക്കെ ചെയ്തോണ്ട് അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് ചെയ്തിട്ടുണ്ട്. ഡീസൽ എത്ര മൈലേജ് കിട്ടും ഇതിന്? നമുക്ക് 10 to 12 വരെ നമുക്ക് മൈലേജ് അവിടുന്ന് ഓടിച്ചു പോകുന്നപ്പോ കിട്ടിയിട്ടുണ്ട്. എങ്ങനെ ഓടിച്ചാലും 10ന്റെ താഴോട്ട് പോകൂല. മേപ്പട്ടല്ലേ കീപ്പട്ട് പോരൂല. അടുത്ത വണ്ടി മാരുതിയുടെ എസ്-ക്രോസ് ലക്ഷറി വണ്ടിയിലെ മാരുതിയിൽ അന്ന് 21 ഇറങ്ങിയതിൽ ഏറ്റവും കൂടിയ വാഹനം. ഇത് എസ്-ക്രോസിലൊരു വളരെ റയർ പീസുള്ള വാഹനം കേട്ടോ. ഇത് ഓട്ടോമാറ്റിക് ആണ്. എസ്-ക്രോസ് ഓട്ടോമാറ്റിക് ഇപ്പൊ കേരളത്തില് മാർക്കറ്റ് പ്ലേസിലോ കാര്യങ്ങളോ ഒരു സാധനവും വിൽക്കാൻ വെച്ചിട്ടില്ല, എവിടെ ഇല്ല. പുത്തൻ വണ്ടി അല്ലാതെ, പുത്തൻ വണ്ടി ഇപ്പൊ നിർത്തിയിട്ടുണ്ട്, ഇപ്പൊ നിലവിലില്ല, സെയിലിന് വേണ്ടിയിട്ടില്ല. ഉപയോഗിക്കുന്ന ആളുകളുണ്ടാവും. ഇതൊരു ലോ കിലോമീറ്റർ, വെറും 10,000 കിലോമീറ്റർ 2.5 വർഷം കമ്പനി വാറന്റി ഉണ്ട്. 2.5 വർഷം കമ്പനി വാറന്റി ഉള്ള 10,000 കിലോമീറ്റർ ഓടിയ ഹൈബ്രിഡ് വരുന്ന എസ്-ക്രോസ് നമുക്ക് കൊടുക്കണേ. ഓട്ടോമാറ്റിക്, അതും ലാഗിങ് ഇല്ലാത്ത AT ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. അടിപൊളി പെർഫോമൻസ് ആയിരിക്കും. ഒരു 2 ടൈപ്പ് മോഡും കാര്യങ്ങളൊക്കെ അതിൽ വരുന്നുണ്ട്. പാർക്കിങ്ങും ഒരുപാട് ഫിറ്റിംഗ്സും കാര്യങ്ങളൊക്കെ ഇതിൽ തന്നെ കമ്പനി കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് 10.90 ഇതിൽ ആസ്കിംഗ് പ്രൈസ് ആയിട്ടുള്ളത്. ഇപ്പൊ നിലവിൽ ഈ വാഹനത്തിന് മാർക്കറ്റ് പ്രൈസ് 12.5 ലക്ഷം രൂപക്ക് വിറ്റോണ്ട് വെക്കും. ഏത് 16 സംതിങ് പുതിയ വണ്ടിക്ക് വില ഉണ്ട്. 21 ലാസ്റ്റ് 10,000 കിലോമീറ്റർ സർവീസ് കഴിഞ്ഞിട്ടാണ് നമ്മൾ താക്കോല് വാങ്ങുന്നത്. കസ്റ്റമർ ഷോറൂമിൽ നിന്ന് സർവീസ് ചെയ്തിട്ട് താക്കോല് സിംഗിൾ ഓണർഷിപ്പ്, കമ്പനി വാറണ്ടി 2.5 വർഷം, പുതിയ പമ്പറ്റോമ്പർ ഇൻഷുറൻസ്, കമ്പനി ഇൻഷുറൻസ് പുതിയതുണ്ട്. വണ്ടിയിൽ 10,000 കിലോമീറ്റർ മൊത്തം മണം പോലും പോയിട്ടില്ല. ഈ വാഹനം നമുക്ക് 10,90,000 നമ്മൾ ആസ്കിംഗ് പ്രൈസ് ആയിരുന്നു. 10.5 ലക്ഷം രൂപക്ക് നമുക്ക് വണ്ടി കൊടുക്കാം. 10 ലക്ഷം രൂപക്ക് വണ്ടി കൊടുക്കാൻ പറ്റും. ഈ 10.5 ലക്ഷം രൂപയിൽ നമുക്ക് മാക്സിമം 10.90 വരെ ലോണും ചെയ്യാം. അല്ലെങ്കിൽ 10 ലക്ഷത്തിന്റെ ഫുൾ ലോൺ ഉള്ളതാണ്. ഇത് നമുക്ക് സിംഗിൾ ഓണർഷിപ്പ്, സീറ്റ് ആണ് ഓപ്ഷൻ. പുഷ് ബട്ടൺ സ്റ്റാർട്ട്, കീലെസ് എൻട്രി, നാവിഗേഷൻ, GPS, ഡയമണ്ട് കട്ട്, വീല്, പ്രൊജക്ടർ ലാമ്പ്, DRL, എല്ലാ ഫീച്ചേഴ്സും. പിന്നെ ടയറിന്റെ കണ്ടീഷൻ ഒന്നും പറയേണ്ട ആവശ്യമില്ല. ഒരു 40,000 കിലോമീറ്റർ ഓടാനുള്ള ടയർ സ്റ്റെപ്പിനൊന്നും പുറത്തേക്ക് ഇറക്കിയിട്ടില്ല. സർവീസ് പൊല്യൂഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒന്നും ചെയ്യാല്ല, വണ്ടി എടുക്കുക, ഓടുക. ഓട്ടോമാറ്റിക് പെട്രോൾ ഹൈബ്രിഡ് ആണ്. ഇത് 18 പോയിന്റ് മൈലേജ് പറയുന്നുണ്ട്. 18-17 കിലോമീറ്റർ നമുക്ക് അവിടുന്ന് പോകുന്നപ്പോ കിട്ടിയിട്ടുണ്ട്. സിംഗിൾ ഡ്രൈവില് 17 കിലോമീറ്റർ ഓട്ടോമാറ്റിക്കലി ഹൈബ്രിഡ് ആണിത്. സാധാരണ ഓട്ടോമാറ്റിക് അല്ല, ഹൈബ്രിഡ് ഓട്ടോമാറ്റിക് വളരെ കുറവാണ്. ഇന്ന് ഏകദേശം പുതിയ വണ്ടി ഹൈബ്രിഡ് ഓട്ടോമാറ്റിക് വാങ്ങണമെന്നുണ്ടെങ്കിൽ 20 ലക്ഷത്തിന്റെ മുകളിൽ കൊടുക്കണം. അപ്പൊ ആ വണ്ടി 10 ലക്ഷം നമുക്ക് കൊടുക്കാം. നെഗോഷ്യബിൾ ആണ്. നേരിട്ട് വന്നോട്ടെ. കാര്യങ്ങളൊക്കെ നമുക്ക് ഷോറൂം ഇവിടെ അടുത്ത് തന്നെ ഉണ്ട്. കമ്പനി പോയി ചെക്ക് ചെയ്തിട്ട് 3 കിലോമീറ്റർ അപ്പുറത്ത് ഷോറൂം ഉണ്ട്. പോയി ചെക്ക് ചെയ്തിട്ട് തീർച്ചയായിട്ടും 10 ലക്ഷം രൂപ നല്ല അടിപൊളി ഫിറ്റിംഗ്സ്, ന്യൂ ഷേപ്പ് ഫോർച്യൂണർ അല്ലേ. അതെ, ഇത് കമ്പനി ചെയ്യുന്നതാണ്. 1.5 ലക്ഷം രൂപയുടെ ഫിറ്റിംഗ്സും കാര്യങ്ങളും ഈ ഭാഗത്ത് മാത്രമുണ്ട്. ടോട്ടലി 10 ലക്ഷം രൂപയുടെ ഫിറ്റിംഗ്സ് ഉള്ള ഒറിജിനൽ കേരള രജിസ്ട്രേഷൻ വാഹനം. ഇത് 4x4 ഓട്ടോമാറ്റിക് ഉണ്ടോ? 4x4 ഓട്ടോമാറ്റിക് ആണ്. എല്ലാ ഷോപ്പുകളിലും നമുക്ക് വണ്ടി കാണാൻ പറ്റും. 4x4 ഓട്ടോമാറ്റിക് വളരെ കുറവാണ്, റയർ പീസാണ്. 4x4 ഓട്ടോമാറ്റിക്കില് TRD കിറ്റ്, ടിന്നിന്റെ സസ്പെൻഷന്, 3.5 ലക്ഷം രൂപയുടെ ടിന്നിന്റെ സസ്പെൻഷന്, TRD കിറ്റ്, ടെസ്ലന്റെ സ്ക്രീന്, 360 ക്യാം, DRL, ബാക്ക് DRL, എല്ലാ ഒന്നുമില്ല. കഴിഞ്ഞ മാസം മാർച്ച് 28-നാണ് ഇതിന്റെ ഇൻഷുറൻസ് പുതിയ അടച്ചത്. കുറച്ച് 15 ദിവസമായിട്ടുള്ള ഇൻഷുറൻസ് അടച്ചിട്ട് 29 ലക്ഷം രൂപ ID വിട്ടിട്ട് പുത്തൻ ഇൻഷുറൻസ്. മിച്ചിലിന്റെ 4 പുത്തൻ ഡയറക്റ്റ് ഒരു 10,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ടാവും. മിച്ചിലിന്റെ 78,000 രൂപ 4 ടയറിന്റെ. അതായത് നമുക്ക് പോകുന്ന സമയത്ത് നമുക്ക് യാത്ര കംഫർട്ട് കൂടും, സൗണ്ട് ഉണ്ടാവില്ല. കട്ട ടയർ ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊരു മൂളക്കത്തിന്റെ സൗണ്ട് ഉണ്ടാവും. പെർഫോമൻസ് നമുക്ക് അത്രയും സുഖമുള്ള യാത്ര സുഖമുള്ള വാഹനമാണ്. 4x4 ഓട്ടോമാറ്റിക്കലി ടിന്നിന്റെ സസ്പെൻഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള വാഹനം.
ഇതിന്റെ BMW ടൈപ്പ് ചാവിയാണ് ചെയ്തിട്ടുള്ളത് നമുക്ക് ചെയ്തിരിക്കുന്നത്. GPS കാര്യങ്ങളൊക്കെ നിലവിലുണ്ട്. സ്ക്രീൻ നമുക്ക് AC കൺട്രോൾ വരെ അതിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതെ, നമ്മള് വാഹനം പോകുന്ന പൊസിഷനുകൾ അതിന്റെ ആക്ഷനുകൾ എന്നൊക്കെ നമുക്ക് ഉള്ള വാഹനം ഒറിജിനൽ കേരള 19 മോഡല് 3rd ഓണർഷിപ്പിലോട്ട് മാറിയിട്ടുണ്ട്. വേറെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. ഒരു ഡോർ മാത്രം കമ്പനിന്ന് റീപ്ലേസ് അല്ല, പാച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്, പെയിന്റ് അടിച്ചിട്ടുണ്ട്. അത് ഏകദേശം ഒരു 10-60,000 രൂപന്റെ ക്ലെയിം ഷോറൂമിൽ തന്നെയാണ്, പുറത്തുനിന്നല്ല. അത് ചെയ്തിട്ടുള്ളൂ. ആകെ വേറെ ഗ്ലാസ് മാറുക, ഡോർ മാറുക, അങ്ങനത്തെ ഒന്നും നിലവിൽ ചെയ്തിട്ടില്ല. പുതിയ ബാറ്ററി ഉണ്ട്, പുതിയ ഇൻഷുറൻസ് ഉണ്ട്, പുതിയ 4 ടയർ ഉണ്ട്, 10 ലക്ഷം രൂപ ഫിറ്റിംഗ്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഒരു എല്ലാ ഫിറ്റിംഗ്സ് ഉള്ള വണ്ടി 37 ലക്ഷം രൂപ നമുക്ക് കൊടുക്കാം. 19 മോഡൽ 4x4 10 ലക്ഷം ഫിറ്റിംഗ്സ് ഉള്ള വണ്ടി. അതെ അതെ, കേരള വണ്ടിയാണ്, റീവണ്ടി അല്ല. എക്സ്ചേഞ്ച് ചെയ്യുന്ന ആളുകൾ ഒരുപാട് വിളിക്കും, അപ്പൊ എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും എല്ലാ വാഹനമായിട്ടും. ഈ ലക്ഷറി വാഹനങ്ങളാണ് ഇതിൽ കൂടുതൽ അതായത് ബെൻസ്, BM, ഓഡി, ഏത് വാഹനമായിട്ട് നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും. അതിന്റെ മാർക്കറ്റ് റേറ്റ് വെച്ച് നമുക്ക് എങ്ങനെ വെച്ചാൽ ഇത് ഡീലർമാര് വിറ്റുകൊണ്ടിരിക്കുന്ന റേറ്റ് 40-42 ലക്ഷം രൂപക്ക് ചോദിച്ച് വിൽക്കുന്ന വാഹനമാണ് ഇതൊക്കെ. നമുക്ക് കസ്റ്റമർ ഡയറക്റ്റ് തരുന്ന, അതുകൊണ്ട് നമുക്ക് ഒരു പേടിയും പേടിക്കണം. 37 ലക്ഷം രൂപ മാർക്കറ്റ് പ്രൈസിൽ ബെസ്റ്റ് ചോയ്സ് ആണ്. തീർച്ചയായും നല്ല ഫിറ്റിംഗ്സ് ഒരുപാട് ഫിറ്റിംഗ്സ് ഉള്ള ഒരു ഫോർച്യൂണർ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ഇത് കഴിഞ്ഞിട്ട് വേറൊരു ഓപ്ഷൻ ഉള്ളൂ. അത്രയും ഗ്യാരണ്ടിയാണ്. സർവീസ് കഴിഞ്ഞിട്ട് ഇപ്പൊ 1 മാസം ആയിട്ടുള്ളൂ. എല്ലാ സർവീസും ഷോറൂമിൽ നിന്ന് മാത്രം, അതിന്റെ ബില്ലടക്കം അതിലുണ്ട്, സർവീസ് ബുക്ക് ഉണ്ട്, സെക്കൻഡ് ചാവി ഉണ്ട്. ഒരു വണ്ടിക്ക് വേണ്ട എല്ലാ പോസിറ്റീവ് അതിലുണ്ട്. ഇത് എത്ര മൈലേജ് കിട്ടും ഡീസലാകുമ്പോ? ഇത് 10 കിലോമീറ്റർ മൈലേജ് കിട്ടും. അടുത്ത വണ്ടി ഫുൾ ഓൺ വീണ്ടും ഒരു ഹാരിയർ. 2019 മോഡല്, 2nd ഓണർഷിപ്പ്, ഹാരിയറിൽ ഏറ്റവും ടോപ്പ് എൻഡ്, അന്നത്തെ ടോപ്പ് എൻഡ് ഓപ്ഷൻ ഉണ്ട്. ഇന്നാവുമ്പോ നമുക്ക് ZX പ്ലസിൽ സൺറൂഫ് വന്നിട്ടുണ്ട്, അന്ന് വന്നിട്ടില്ല. അതും ഡീസലില് ഫുൾ കമ്പനി സർവീസ്, 2nd ഓണർഷിപ്പ് ഉള്ള വാഹനം കേട്ടോ. എക്സെറ്റ് പ്ലസ് മറ്റേ മാനുവൽ, ഡീസലില് മാനുവൽ. ഇപ്പൊ 90,000 സർവീസ് ചെയ്തു. അതിന്റെ മുമ്പ് എല്ലാ സർവീസും പ്രോപ്പർ സർവീസ് ആണ്. ഇൻഷുറൻസിൽ ക്ലെയിം ഇല്ല, RC ക്ലെയിം ഇല്ല, ഹിസ്റ്ററിയിൽ ക്ലെയിം ഇല്ല. വണ്ടി പക്കാ നീറ്റ് കണ്ടീഷൻ. 15 ലക്ഷം ID ഉണ്ട്. 12.5 ലക്ഷം രൂപക്ക് വണ്ടി കൊടുക്കാൻ പറ്റും. നല്ല പ്രൊഫൈൽ ആണെങ്കിൽ ഫുള്ള് ക്യാഷ് ബാക്ക് ഉണ്ടാവും. ക്യാഷ് ബാക്ക് കിട്ടും. പ്രൊഫൈൽ എന്തായാലും കിട്ടും. വേറെ റീപ്ലേസ്, ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. ഏറ്റവും ടോപ്പ് എൻഡ് ഓപ്ഷൻ ആകുമ്പോൾ നമ്മൾ പറയേണ്ട ആവശ്യമില്ല. 10 എയർ ബാഗ്, ലെതർ സീറ്റ്, എല്ലാ ഫീച്ചേഴ്സും ഇതിൽ കമ്പനി തന്നെ കൊടുക്കുന്നുണ്ട്. നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അലോയില് 4 ടയറും ഒരു 90% ടയർ. ഇൻഷുറൻസ് 15 ലക്ഷം ID ഉള്ള പുതിയ ഇൻഷുറൻസും ഉണ്ട്. പുതിയതല്ല, 15 ലക്ഷം ID ഉള്ള ഇൻഷുറൻസും ഉണ്ട് കേട്ടോ. എടുക്കുന്നൊക്കെ ഒരു പണിയില്ല, എണ്ണടിച്ച ഓടിയ മാത്രം മതി. സർവീസ് ഇപ്പൊ കഴിഞ്ഞ് ഞാൻ ജസ്റ്റ് ഷോറൂമിൽ കയറ്റിപ്പോ ഒരു 10 ദിവസമായിട്ടുള്ള ഷോറൂം കൊണ്ടുപോയിട്ട് അതിന്റെ മൊത്തം കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് ഒക്കെ അതിന്റെ 2 ഫോഗ് ലാമ്പിന്റെ ബൾബ്, ഒരു ബൾബ് മാറാണ്ടായിരുന്നു. അപ്പൊ 2 ബൾബ് പോലും മാറ്റി അലൈൻമെന്റ് ഒക്കെ ഷോറൂമിൽ തന്നെ ചെയ്ത്. അതിന്റെ മുന്നത്തെ സർവീസും ഒക്കെ പീരിയോഡിക് ആയിട്ടുള്ള സർവീസ് മൊത്തം ഷോറൂമിൽ നിന്ന്. അതിന് 15,000 സർവീസ് വരിക. 5000 കൂടുമ്പോ ചെക്കപ്പ് വരും. അതിന്റെ ചെക്കപ്പാണ് ഇപ്പൊ ഞാൻ 80ന്റെ സർവീസ് കഴിഞ്ഞു, 85 ചെക്കപ്പ് ചെയ്തു, 90 ചെക്കപ്പ് ചെയ്തു, ഇനി 95 സർവീസ് ചെയ്യേണ്ടത്. ഡീസൽ 17 കിലോമീറ്റർ മൈലേജ് കിട്ടും. 17 കിലോമീറ്റർ 2.0 വരുന്ന നമ്മുടെ ജീപ്പ് കോമ്പസിന് ഇതിനൊക്കെ സെയിം എഞ്ചിനാണ് വരിക കേട്ടോ. അടുത്ത വണ്ടി ഡസ്റ്റർ, റെഡ് കളറാണല്ലേ? റെഡ് അല്ല, ഒരു കോപ്പർ റെഡ്, 2 ഉണ്ടല്ലേ? 2 കളറും ഒരേ കളർ. ഇത് മാനുവലും, ഇത് ഓട്ടോമാറ്റിക്കും, അത് മാനുവൽ ആണല്ലേ? ഇത് 2016 ലാസ്റ്റ് സിംഗിൾ ഓണർഷിപ്പ്, ഫുൾ A to Z ഷോറൂം സർവീസ്. ഇപ്പൊ ലാസ്റ്റ് സർവീസ് മേജർ സർവീസ് ആയിരുന്നു. അത് 45,000 രൂപ കൂടി കമ്പനിയിൽ തന്നെ മൊത്തം സർവീസ് ചെയ്തിട്ട് ഒരു 500 കിലോമീറ്റർ ആ എറണാകുളം ഷോറൂമിൽ നിന്ന് ഇങ്ങോട്ട് എത്താനുള്ള കിലോമീറ്റർ മാത്രമേ ഷോറൂം സർവീസ് കഴിഞ്ഞിട്ട്. 4 യോക്കോമന്റെ പുതിയ ടയർ ഇട്ടിട്ടുണ്ട്. ഇതില് നമുക്ക് AMT ഗിയർ ബോക്സിൽ വരുന്ന സർവീസ് മൊത്തം അവർ ചെയ്തിട്ടുണ്ട്. ഷോറൂമിൽ ഇപ്പൊ ചെയ്താൽ ഇറക്കണുള്ളൂ. വണ്ടിയിൽ വേറെ ടച്ചപ്പോ കാര്യങ്ങളൊന്നും മെറ്റൽ ബോഡിയിൽ ചെയ്തിട്ടില്ല. മെറ്റാലിക് ബോഡിയിൽ ടച്ചപ്പോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. സിംഗിൾ ഓണർഷിപ്പ്, സർവീസ് ബുക്ക്, സെക്കൻഡ് ചാവി. RXZ ആട്ടത്. RXZ ആണ് ഓട്ടോമാറ്റിക്കലി ഏറ്റവും കൂടുതൽ RXZ ക്രൂസ് കൺട്രോൾ, വോളിയം കൺട്രോൾ, നാവിഗേഷൻ, GPS, റിവേഴ്സ് ക്യാമറ, സെൻസർ, എല്ലാ ഫീച്ചേഴ്സും, സർവീസ് ബുക്ക്, സെക്കൻഡ് ചാവി അടക്കം വരുന്ന ഫാൻസി നമ്പറും ഉണ്ട്. ഈ വാഹനം നമുക്ക് 7,20,000 രൂപ നമ്മൾ ആസ്കിംഗ് പ്രൈസ് പറഞ്ഞത്. ഫൈനൽ 6,90 നമുക്ക് ഫൈനൽ കൊടുക്കാൻ പറ്റും. ഈ വാഹനത്തിന് ഏകദേശം 6,90
മുടക്കാതെ നമുക്ക് വാഹനം ഇറക്കാൻ പറ്റും. സിബിൽ സ്കോർ 750 വേണം, ബാങ്ക് വേണം, 6 മാസത്തെ സ്റ്റേറ്റ്മെന്റും ഒരു ട്രാക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ₹1 ഇല്ലാതെ ഈ വാഹനമൊക്കെ AMT ഗിയർ ബോക്സ് ഡീസൽ ആണ്. ഡീസലില് 16-17 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന ഡീസൽ ഓട്ടോമാറ്റിക്. അടുത്ത വണ്ടി വീണ്ടും ഡസ്റ്റർ ആണ്, അത് മാനുവൽ അല്ലേ? ഇത് ഓട്ടോമാറ്റിക്. ഇത് 19 മോഡൽ ഡീസലിലെ അവസാന വാഹനമാണ്. അപ്പൊ അത് 21 ശേഷം ഡീസൽ വന്നിട്ടുണ്ട്. 2019 ലാസ്റ്റ് സിംഗിൾ ഓണർഷിപ്പ് RX Z85 ഏറ്റവും ടോപ്പ് എൻഡ് ഓപ്ഷൻ വരുന്നത്. പിന്നെ ഒരുപാട് ഫിറ്റിംഗ്സ് അതിന്റെ അകത്തുള്ള ഇന്റീരിയർ മൊത്തം ഇതേ കളറിലോട്ട് മാച്ച് ചെയ്യുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട്. വേറെ ആക്സിഡന്റ്, റീപ്ലേസ്, ഫ്ലഡ് കാര്യങ്ങൾ ഒന്നും ഈ നമ്മൾ പറയുന്ന വാഹനങ്ങളൊന്നുമില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മൾ കറക്റ്റ് പറഞ്ഞുതരും. 2 പുതിയ ടയർ ഉണ്ട്. 2 ടയർ ഒരു 60%, 70% 2 ടയർ ഉണ്ട്. സർവീസ് ബുക്ക്, സെക്കൻഡ് ചാവി കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഫുൾ ഓപ്ഷൻ ആകുമ്പോൾ ഒന്നും അധികം പറയാനല്ല. 4 ഡോർ വിൻഡോ, ബാക്ക് വൈപ്പർ, ഡീഫോഗർ, ഫോഗ് ലാമ്പ്, ക്രൂയിസ് കൺട്രോൾ, വോളിയം കൺട്രോൾ, ഹൈ അഡ്ജസ്റ്റ് സീറ്റ്, എല്ലാ ഓപ്ഷനും വരുന്ന ഹൈ ക്വാളിറ്റി വാഹനം. ഇതും ഇതേപോലെ സർവീസ് ഇതിൽ 60-ലാണ് മേജർ സർവീസ് വരിക. അതിന്റെ സർവീസ് കഴിഞ്ഞ് എല്ലാ ഭാഗവും ഓക്കെ ആക്കി കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന വണ്ടിയാണ്. A to Z ഷോറൂം സർവീസ് ഉള്ള വാഹനമാണ്. നല്ല ക്വാളിറ്റി ഉള്ള ഡസ്റ്റർ 85 20 കിലോമീറ്റർ മൈലേജ് കിട്ടും. 8,90,000 രൂപക്ക് നമുക്ക് ഈ വാഹനം കൊടുക്കാം. അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. കസ്റ്റമർക്ക് നേരിട്ട് വന്നോട്ടെ. വാഹനം വാങ്ങാനുള്ള കസ്റ്റമർ ആണെങ്കിൽ ഡയറക്റ്റ് വന്നോട്ടെ. കസ്റ്റമർ വന്നാൽ ഒരിക്കലും വണ്ടി പറ്റിയിട്ട് വിലന്റെ പോലെ തെറ്റിപ്പോവില്ല. അത് ഞാൻ ഗ്യാരണ്ടി. കസ്റ്റമർ നേരിട്ട് വന്നോട്ടെ. അടുത്ത വണ്ടി നല്ല അടിപൊളി കിയ സോണറ്റിലെ. അതെ, കിയയുടെ വാഹനങ്ങൾ ഇപ്പൊ കാണിക്കുകയാണെങ്കിലും എല്ലാത്തിനും 10 ലക്ഷത്തിന്റെ മുകളിലാണ് റേറ്റ് വന്നത്. ഇത് 10 ലക്ഷത്തിന്റെ കീപ്പറല്ല, 7.25 ലക്ഷം രൂപക്ക് നമുക്ക് വണ്ടി കൊടുക്കാം. 7.25 ലക്ഷം രൂപക്ക് ഈ വാഹനം കൊടുക്കാം. ഇത് മോഡല് 18-19 ഒന്നല്ല കേട്ടോ. 21 ഡെലിവറി, 21 രജിസ്ട്രേഷൻ വരുന്ന 20 മോഡൽ വണ്ടി. 20-ലാണ് വണ്ടി മാനുഫാക്ചർ എങ്കിലും 21-ലാണ് 21 ഒന്നാം മാസം 27-ാം തീയതി ഡെലിവറി രജിസ്റ്റർ ഒക്കെ വരുന്നത്. സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വാഹനം. ഫുൾ നമുക്ക് എല്ലാ ഭാഗം കമ്പനി പോയി ചെക്ക് ചെയ്തിട്ട് എടുത്താൽ മതി കസ്റ്റമർ. ഇത് ആകെ ഒരു ₹60 ക്ലെയിം മാത്രം, 60 അല്ല, ഒരു ₹70 ക്ലെയിം ഉള്ളത്. ഈ ബോണ്ട് മാത്രം, ഗ്രില്ലോ ബോണ്ടോ പമ്പറോ ഒന്നും മാറിയിട്ടില്ല. ഇതൊക്കെ കമ്പനി വരുന്ന നമ്പർ ഒക്കെ കമ്പനി വരുന്ന തന്നെയാണ്, ഒന്നും അറിയില്ല. ഇത് ചെറിയ നിലക്കം വന്നിട്ടുള്ള മാറ്റമുള്ളൂ. അല്ലാതെ കമ്പനി ഇൻഷുറൻസ് ഇപ്പോഴും കമ്പനി ഇൻഷുറൻസ് ഉണ്ട്. അതിൽ ചെറിയ നിലക്കം ഉണ്ടാകുമ്പോ ഈ കസ്റ്റമർക്ക് ഇതിന് നിലക്കം പറ്റി കഴിഞ്ഞാൽ കമ്പനി കൊണ്ടുകൊടുത്തു കഴിഞ്ഞാൽ അവർ മാറ്റുകയാണോ പെയിന്റ് ചെയ്യണോ എന്നൊന്നും അറിയില്ലോ. അവരെ നിലക്കത്തിനനുസരിച്ച് മാറ്റി. വേറെ ഹെഡ്ലൈറ്റ്, ഗ്രില്ല് ഒന്നും മാറിയില്ല. 80,000 കിലോമീറ്റർ ഓടി. ഇതിനൊരു 16 കിലോമീറ്ററിന്റെ അടുത്ത് മൈലേജും കിട്ടുന്നുണ്ട്. 1.5 വരുന്ന വാഹനമാണ്. ഈ വാഹനം നമുക്ക് സോണറ്റ് 7.25 ലക്ഷം രൂപയിൽ 7.25 ലക്ഷം രൂപ ലോണും ചെയ്യാം. ഫുൾ ലോൺ ചെയ്യാൻ പറ്റും. ഫുൾ ലോൺ കിയ ഫുൾ ലോണിൽ നമുക്ക് കൊടുക്കാം. ചെറിയ ബഡ്ജറ്റുള്ള വാഹനം. നമ്മൾ തട്ട് എത്രത്തോളം ഉണ്ടെന്ന് പേടിക്കേ വേണ്ട. അതൊക്കെ നമ്മൾ വെരിഫൈ ചെയ്ത് സർട്ടിഫൈ ചെയ്ത് മാത്രമേ കൊടുക്കുള്ളൂ. ഇൻഷുറൻസിൽ ക്ലെയിം ഹിസ്റ്ററി നമ്മൾ നോക്കും. വണ്ടിയുടെ ക്ലെയിം ഹിസ്റ്ററി, വണ്ടി RC-യിലുള്ള ക്ലെയിം ഹിസ്റ്ററി നോക്കും. അതായത് ഹിസ്റ്ററിയിലുള്ള ഷോറൂമിലുള്ള ക്ലെയിം ഹിസ്റ്ററി ഒക്കെ നോക്കിയിട്ട് നമ്മൾ വണ്ടി എടുക്കുക. അപ്പൊ പുറത്തുനിന്ന് പണി എടുത്തിട്ട് ഉടായ്പിൽ കൊണ്ടുവെക്കുന്ന വണ്ടികളല്ല. ഗ്ലാസോ കാര്യങ്ങളോ ഒന്നും മാറിയിട്ടില്ല. ഒക്കെ കണ്ടീഷൻ വാഹനമാണ്. വണ്ടി എടുത്താൽ വണ്ടി ടയർ കുറച്ച് കുറവുണ്ട്. എടുക്കുന്ന കസ്റ്റമർക്ക് ടയർ കുറച്ച് കുറവുണ്ട്. അത് മാത്രമേ ഒരു മൈനസ് പോയിന്റ് ആയിട്ട്. ഒരു പ്രശ്നമില്ല. ഇത് പെട്രോൾ ആണ്. പെട്രോൾ ആണ്. ഒരു 16 to 17 കിലോമീറ്ററിന്റെ ഉള്ളിൽ എന്തായാലും മൈലേജ് കിട്ടും. അടിപൊളിയായിട്ട് എക്സ്റ്റീവ് പോകാം. അതെ അതെ. അത് ടച്ച് സ്ക്രീനും റിവേഴ്സ് ക്യാമും കാര്യങ്ങളൊക്കെ നിലവിൽ വരുന്നുണ്ട്. അടുത്ത വണ്ടി ഹോണ്ടന്റെ WRV. അതെ, WRV 2019 മോഡല് സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വാഹനം. എല്ലാ വാഹനം സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഡസ്റ്റർ 2 കിയ, WRV എല്ലാം അങ്ങനെ ഒരുവിധം വണ്ടികളൊക്കെ സിംഗിൾ ഓണർഷിപ്പ് ആണ്. 2019 ലാസ്റ്റ് WRV VX ഡീസൽ വണ്ടി. ഏറ്റവും ടോപ്പ് എൻഡ് സൺറൂഫ്, ബട്ടൺ, കീലെസ് എൻട്രി, നാവിഗേഷൻ, GPS, വോയിസ് കൺട്രോൾ, വോളിയം കൺട്രോൾ, ക്രൂസ് കൺട്രോൾ ഒക്കെ വരുന്ന വണ്ടി. 2 പുത്തൻ ടയർ ഉണ്ട്. 2 ടയർ ഒരു 80% ടയർ ഉണ്ട്. ബാക്ക് ടയർ. സിംഗിൾ ഓണർഷിപ്പ് 2332 ഫാൻസി നമ്പർ. ഇൻഷുറൻസ് 8 ലക്ഷം രൂപ ID ഉള്ള ഇൻഷുറൻസ് ഉണ്ട്. വണ്ടി നല്ല ക്വാളിറ്റി ഉള്ള വാഹനം. VX സൺറൂഫ് ഉള്ള വാഹനമാണ്.
ഈ വാഹനം നമുക്ക് 86,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഡീസൽ 86,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇത് പ്രോപ്പർ സർവീസ് ഉള്ള വാഹനമാണ്. നമുക്ക് ഈ വാഹനത്തിന് മൈലേജ് വരിക 24 കിലോമീറ്റർ മൈലേജ്. ഡീസലിൽ 24 കിലോമീറ്റർ അടക്കം മൈലേജ് കിട്ടുന്ന നല്ല മൈലേജ് ഉള്ള വണ്ടി. ഇത് 17 മുതലാണ് WR ഇറങ്ങിയിട്ടുള്ളത്. 17 VX 80 ഓടിയ വണ്ടിക്കും ഇപ്പൊ ഡീലർമാർ ചോദിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ 8 ലക്ഷം രൂപ, 8,90 ആ റേഞ്ചിൽ ചോദിക്കുന്ന വണ്ടിയാണ്. ഈ 19 വണ്ടിക്കൊക്കെ 9-9.5 മുകളിലത്തെ റേറ്റ്. ഇത് 8,90 നമുക്ക് കൊടുക്കാൻ പറ്റും. കസ്റ്റമർ ഇനി വന്നോട്ടെ, നേരിട്ട് വന്നോട്ടെ, ബാർഗെയിനിങ് ചെയ്ത് നമുക്ക് വാങ്ങിക്കാൻ. നിങ്ങൾ വണ്ടി എടുക്കുന്ന ഒന്ന് നമ്മളെ കാറ്റലോഗ് ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് പോവുക. ഇന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും എല്ലാ വണ്ടികളും കിട്ടും, കാറ്റലോഗിൽ കിട്ടും. അപ്പൊ ഇതൊക്കെ നല്ല ബെസ്റ്റ് ചോയ്സ് ആണ്. മുമ്പ് നമ്മുടെ WR ഉണ്ടായിരുന്നു 45,000 ഓടിയത് 9.5 ലക്ഷം രൂപയ്ക്ക് വിറ്റ് പോയിട്ടുള്ളൂ. നമ്മളെ രാമനാട്ടുകാരൊക്കെ പോയത്. അത് കഴിഞ്ഞിട്ട് വന്ന വണ്ടിയാണ്. ഇതിപ്പോ ഇതിലും കയറിയിട്ടില്ല, ഫസ്റ്റ് കയറാണ്. അതെ അതെ. എന്തായാലും ഇതിന്റെ മേലെ നല്ല മൈലേജ്, നല്ല അടിപൊളി വണ്ടി. അതെ, മെയിൻ്റെനൻസ് വളരെ കുറവാണ്. അടുത്ത വണ്ടി ചെറിയ വിലക്കുള്ള അടിപൊളി ഹോണ്ട സിറ്റി ആണ്. ന്യൂ ഷേപ്പ് ആക്കിയതല്ല കേട്ടോ, ഇത് കമ്പനി വരുന്ന ഷേപ്പാണ്. ഫ്രണ്ടിലൊക്കെ സെൻസർ വന്നിട്ടുണ്ട്. ഫ്രണ്ടില് DRL പ്രൊജക്ട് എല്ലാ ഓപ്ഷനും വരുന്ന ഏറ്റവും ടോപ്പ് എൻഡ് VX ഓപ്ഷൻ വരുന്ന വാഹനം. 17 ലാസ്റ്റ് മോഡല്, സൺറൂഫ്, പുഷ് ബട്ടണ്, കീലെസ് എൻട്രി, ലെതർ സീറ്റ്, നാവിഗേഷൻ എല്ലാം കമ്പനി തന്നെ വരുന്നതാണ്. എക്സ്ട്രാ ഇതില് ഫ്രണ്ടിൽ ഒരു സെൻസർ ചെയ്തിട്ടുണ്ട്, ബാക്കിൽ സെൻസറും ക്യാമറ ഒക്കെ കമ്പനി കൊടുക്കുന്നുണ്ട്. ഇത് ഫ്രണ്ടില് പമ്പറും കാര്യങ്ങളൊക്കെ ഒരതാതിരിക്കാനുള്ള സെൻസർ അതും ചെയ്തിട്ടുണ്ട്. അതായത് ഏകദേശം പ്രീമിയം വണ്ടിയിലാണ് അത് കൂടുതൽ ചെയ്യാറ്. നമ്മൾ ഫോർച്യൂണറിലൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള വരുന്ന വാഹനങ്ങളിലാണ് ചെയ്യാറ്. നല്ല ക്വാളിറ്റി ഉള്ള 4 ടയർ, ഒരു 90% ഉണ്ട്. ഇൻഷുറൻസ് 7 മാസം വരെ ഇൻഷുറൻസ് ഉണ്ട്. ഈ വാഹനം നമുക്ക് പെട്രോൾ ആട്ടത് 1,20,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പെട്രോൾ എഞ്ചിനാണ്. കംപ്ലൈന്റ് എന്ന് പറഞ്ഞാല് അടുത്തുകൂടെ പോകൂല, അത്രയും ക്വാളിറ്റിയാണ്. കംപ്ലൈന്റ് വളരെ കുറവാണ്. വണ്ടി എടുത്താ കംപ്ലൈന്റ് ആണ് സംഗതി പ്രതീക്ഷിക്കില്ല. അത്രയും ക്വാളിറ്റി ഉള്ള പെട്രോൾ സിറ്റിയാണത്. നമുക്ക് 7,60,000 രൂപക്ക് ഒറിജിനൽ കേരള ഫാൻസി നമ്പറോട് കൂടി ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ 515 പൂജ്യം നിർബന്ധം ആയതുകൊണ്ടാണ് ഇപ്പൊ കഴിഞ്ഞ മുന്നത്തെ നമ്പർ പ്ലേറ്റിൽ അത് ഇല്ലായിരുന്നു. 0515 ഇപ്പൊ നമ്മൾ എഴുതേണ്ടി വരിക. കാരണം ഇപ്പൊ ഒരു നമ്പർ വന്നാലും 1 സീരീസ് 1 എന്നുള്ള നമ്പർ വാങ്ങിച്ചാലും 0001 ഇടാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഫൈനാണ്. അതുകൊണ്ട് ഞാൻ ഇനി എടുത്ത കസ്റ്റമർക്ക് ഫൈൻ കിട്ടണ്ടല്ലോ എന്ന രീതിയിൽ അങ്ങനെ ചെയ്തതാണ്. അതെ അതെ. ഇപ്പൊ വേറെ വണ്ടി ഓടിക്കാനോ കാര്യങ്ങളോ ഒന്നും കുഴപ്പമില്ല. ഇപ്പൊ നല്ല കമ്പനി പറയുന്ന മൈലേജ് 17 പോയിന്റ് ഒക്കെയാണ്. ഒരു 15 ലെവലിൽ മൈലേജ് കിട്ടും. പെട്രോൾ നമുക്ക് സൺറൂഫ് കാര്യങ്ങൾ എല്ലാം ഒരു ലെതർ ടച്ചോട് കൂടിയാണ് നമുക്ക് വരിക. അല്ല, തേർഡ് ഓണർഷിപ്പ് ആണ്. കമ്പനി ഹിസ്റ്ററിയുള്ള വണ്ടി. ഫുള്ള് സർവീസ് ഷോറൂമിൽ നിന്നാ. ഇപ്പൊ 1,20 സർവീസ് ഷോറൂമിൽ നിന്ന് ചെയ്തിട്ടുണ്ട്. എടുക്കുന്ന കസ്റ്റമർക്ക് നേരെ വണ്ടി എടുക്കുക, ഓടിക്കുക. ഒരു 7 ലക്ഷം രൂപ ലോൺ കയറും. ആ റേഞ്ചിൽ നമുക്ക് ഉണ്ടെങ്കിൽ വണ്ടി കൊടുക്കാം. കസ്റ്റമർ നേരിട്ട് വന്നോട്ടെ. റേറ്റിന്റെ കാര്യത്തിൽ ഒരു പേടി പേടിക്കുന്ന ധൈര്യം നമുക്ക് മാക്സിമം. അടുത്ത വണ്ടി നിസാന്റെ സണ്ണിയാണ്, ഒരു സടാ വണ്ടി. ഇത് 2015 മോഡല്. 15 മോഡല് സിംഗിൾ ഓണർഷിപ്പ് റീ ചെയ്ത വാഹനമാണ്. 18 ഇവിടെ നമ്പർ ആയിട്ടുണ്ട്. 15 ഡിസംബർ ആണ് വാഹനം. 85,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഹിസ്റ്ററി ചെക്ക് ചെയ്തപ്പോ ഏകദേശം സെയിം ഹിസ്റ്ററി തന്നെയാണ്. വേറെ റീപ്ലേസ് വണ്ടിയിൽ ഒരു റീപ്ലേസ് വണ്ടി ഇല്ല. ഗ്ലാസ് മാറുക, ഡോർ മാറുക, ബോണ്ട് മാറുക, ഡിക്കി മാറുക, ഡിക്കി ഗ്ലാസ് മാറുക, ഒരു സംഗതി റീപ്ലേസ് ഇല്ല. പമ്പറോ കാര്യങ്ങളൊന്നും നമ്മൾ അങ്ങനെ കണക്ക് കൂട്ടൂല. അങ്ങനെ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു ഡീസൽ എഞ്ചിനുള്ള വാഹനം. ഇത് കസ്റ്റമർ പാർക്ക് ആൻഡ് സെയിലാണ്. 3 ലക്ഷം രൂപക്ക് നമുക്ക് ഫൈനലായിട്ട് വണ്ടി കൊടുക്കാൻ പറ്റും. 3 ലക്ഷം രൂപയിൽ ഇൻഷുറൻസ് അവര് തേർഡ് പാർട്ടാണ് എടുത്തിട്ടുള്ളത്. കസ്റ്റമർ തേർഡ് പാർട്ടാണ് എടുത്തിട്ടുള്ളത്. 25 വരെ ഉണ്ട് ഇൻഷുറൻസ്. 2025 വരെ ഇൻഷുറൻസ് ഉണ്ട്. ഇപ്പോ ഈ വാഹനം നമുക്ക് 750 സിബിൽ സ്കോർ ഉണ്ടെങ്കിൽ 3,85,000 വരെ ലോൺ ചെയ്യാൻ പറ്റും. ക്യാഷ് ബാക്ക് ആയിട്ട് കൊടുക്കുക. റീപ്ലേസ് ഇല്ലാത്ത വാഹനം. AC, പവർ സ്റ്റിയറിംഗ്, എയർ ബാഗ്, ABS, 4 ഡോർ പവർ വിൻഡോ ഒക്കെ കമ്പനി വാഹനമാണ്. നമുക്ക് ഈ വാഹനം 3 ലക്ഷം രൂപക്ക് കൊടുക്കാം. 3,85 വരെ ലോൺ ചെയ്യാം. അപ്പൊ 750 ഇല്ലെങ്കിൽ 700 സിബിൽ സ്കോർ ആണെങ്കിലും ഇതിന് ഫുൾ ലോൺ ചെയ്യാം. ക്യാഷ് ബാക്ക് ആയിട്ട് കൊടുക്കാം. അതെ അതെ.
അല്ലെങ്കിൽ ഫുൾ ലോൺ പൈസ ലോൺ ചെയ്യുമ്പോൾ നമുക്ക് ഫസ്റ്റ് ക്ലാസ് ആയിരിക്കും ഇൻഷുറൻസ് മാറ്റിയാലേ ലോൺ കിട്ടുള്ളൂ കേട്ടോ. വേറെ റീപ്ലേസ് ഒന്നും ഇല്ലാത്ത ചെയ്ത വാഹനമാണ്. നമുക്ക് കസ്റ്റമർക്ക് ധൈര്യത്തോട് കൊണ്ടുപോകാം. നല്ല കാല് നീട്ടിയിരിക്കാം. അടുത്ത വണ്ടി ടൊയോട്ടന്റെ ഗ്ലാൻസ് അല്ല, ബലേനോ വണ്ടി. ബലേനന്റെ എംബ്ലങ്ങളും മാറി, പക്ഷേ ബലേനേക്കാളും റേറ്റ് ഒരു 1 ലക്ഷത്തിനടുത്ത് കൂടുതലാണ്. പക്ഷെ സർവീസ് അവർ പറയുന്ന സർവീസ് കറക്റ്റ് ആണ്. അതാണ് ടൊയോട്ടന്റെ സർവീസ് ആണ് പക്ക. കാരണം ഇവരിപ്പോ ഈ വാഹനത്തിന് വാറണ്ടി കൊടുത്തിട്ടുള്ളത് 2,20,000 കിലോമീറ്റർ കമ്പനി വാറണ്ടി കൊടുക്കുന്നു. മാരുതി ആണെങ്കിൽ അത് 1 ലക്ഷം കിലോമീറ്റർ 1.25 ലക്ഷം കിലോമീറ്റർ കൊടുക്കും. അവര് സർവീസ് പക്കയായിട്ട് പോകുകയാണെങ്കിൽ ഒരു പേടിയും പേടിക്കുന്നത് അത്രയും പെർഫോമൻസ് ഉള്ള സർവീസ് ആണ് അത്. ഇത് വി ഓപ്ഷൻ ആട്ടോ. 19 മോഡല് 19 ലാസ്റ്റ് ഫുൾ ഓപ്ഷൻ വരുന്ന വി ഓപ്ഷൻ വരുന്ന വാഹനമാണ് ഗ്ലാൻസയിൽ. നല്ല അട്രാക്റ്റീവ് കളറാണ്. 24 കിലോമീറ്റർ ആണ് കമ്പനി മൈലേജ് പറയുന്നത്. കസ്റ്റമർ എനിക്ക് 23 കിലോമീറ്റർ ഒക്കെ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഓടിച്ചപ്പോൾ എനിക്ക് 20ന്റെ താഴെ മൈലേജ് പോയിട്ടില്ല. അപ്പൊ എന്താണ് 20-22 ലെവലിൽ മൈലേജ് പെട്രോളില് മൈലേജ് കിട്ടുന്നുണ്ട്. വണ്ടിയുടെ ഇൻഷുറൻസ് നമ്മൾ പുതിയ ഇൻഷുറൻസ് എടുത്തു കൊടുക്കും. 7,40,000 രൂപക്ക് വണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റും. മേജർ ആക്സിഡന്റ്, റീപ്ലേസ് ആക്സിഡന്റ് ഒന്നും ഫുൾ ഹിസ്റ്ററി ഉള്ള വാഹനമാണ്. നമ്പർ ഒരിക്കലും നമ്മൾ മറക്കൂല. നമ്പറൊക്കെ കസ്റ്റമർക്ക് നമ്പറൊക്കെ നമുക്ക് ഇതിന്റെ ഫുൾ ഓപ്ഷൻ നമ്മൾ പറയേണ്ട ബട്ടൺ സ്റ്റാർട്ട്, കീലെസ് എൻട്രി, നാവിഗേഷൻ, GPS, ഇൻബിൽഡ് കമ്പനി സ്റ്റീരിയോ, ബാക്ക് വൈപ്പ്, ഡീഫോഗർ, ഡയമണ്ട് കട്ട് വീല്, നല്ല അടിപൊളി സീറ്റ് കവർ. സീറ്റ് കവർ പറയേണ്ട സീറ്റ് കവറാണ്. നല്ല അടിപൊളി സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. കസ്റ്റമർക്ക് ഉഷാറായി ചെയ്തിട്ടുണ്ട്. സർവീസ് ബുക്ക് കാര്യങ്ങളൊക്കെ വാഹനത്തിനുണ്ട്. 40 കൊടുക്കാം. ഫുള്ള് ലോണും ചെയ്തു. ഫുൾ ലോൺ ചെയ്തു. അധികം വണ്ടികൾ ഫുൾ ലോൺ ആണ്. ഏകദേശം ഒരു 10-25 വണ്ടികൾ നമ്മുടെ കയ്യിൽ ഫുൾ. ആർക്കും പൈസ വേണ്ട, പൈസ ഇല്ലാതെ അത് അടച്ചു പോട്ടെ. ഏകദേശം 1 ലക്ഷം രൂപക്ക് 2,250 രൂപ. പ്രൊഫൈലൊക്കെ കറക്റ്റ് ആണെങ്കിൽ 2,250 രൂപ. 1 ലക്ഷം രൂപയ്ക്ക് 2,250 അടവ് വരിക. 5 വർഷം കിട്ടും. 5 വർഷം കിട്ടും. ഈ 16 മുകളിലുള്ള വാഹനങ്ങളൊക്കെ 5 വർഷം ബാങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി 14 ആണെങ്കിലും 15 ആണെങ്കിലും ഒക്കെ നമുക്ക് ചെയ്യാം. പക്ഷെ അത് ഇൻട്രസ്റ്റ് വ്യത്യാസങ്ങളുണ്ട്. കൂടും ചെയ്യും, അതേപോലെ ഇയർ കുറയും ചെയ്യും. അതാണ് നമ്മൾ മാക്സിമം മോഡൽ കൂടിയ വാഹനങ്ങൾ നമ്മൾ പർച്ചേസ് ചെയ്യുന്നുള്ളൂ. ബാക്കി പാർക്കൻസലും വാഹനങ്ങൾ നമുക്ക് നിവൃത്തില്ലാതെ എടുക്കുന്നതാണ്. കാരണം എല്ലാ ആളുകൾക്കും ഇപ്പോ മുമ്പ് വണ്ടി എടുക്കുന്ന മാതിരില്ല. എല്ലാ ആളുകളും ഇപ്പൊ എന്താ ചെയ്യുന്ന വെച്ചാൽ നമുക്ക് കയ്യിൽ ക്യാഷ് എത്രയാണുള്ളത് അത് കൊടുത്തിട്ട് ബാക്കി ലോൺ ഇട്ട് എടുക്കുന്ന ആളുകളാണ്. മുന്നേ അത് അങ്ങനെ ആയിരുന്നില്ല. മുന്നേ ഉള്ള വാഹനങ്ങളാണ് ഒരു 50 ലക്ഷം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ 1 ലക്ഷം ആകുന്നത് വരെ നമ്മൾ കാത്തു വെച്ച് അത് സ്വരൂപിച്ച് വെച്ചിട്ട് ആ 1 ലക്ഷം റുപ്യക്ക് ഒരു വാഹനം പോയി എടുക്കുക, ബാധ്യതകളൊന്നും ഇല്ലാതെ വാഹനം. ഇപ്പൊ അങ്ങനെയല്ല, ആളുകളൊക്കെ മാറി. ഒരു വണ്ടിയും 99% വാഹനങ്ങളും ലോൺ അല്ലാതെ വണ്ടികളൊന്നും പോകുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ പിന്നെ മോഡൽ കൂടിയ വാഹനങ്ങൾ എടുക്കുന്നത്. പിന്നെ 60 റുപ്യ 70 റുപ്യന്റെ ഒക്കെ വാഹനങ്ങൾ കുറെ നിരത്തി ഇഷ്ടം പോലെ കിട്ടാം. നമ്മളങ്ങനെ ചെയ്യുന്നത്. അങ്ങനത്തെ ആളുകൾ ഇപ്പോഴും ഉണ്ട് കേട്ടോ, ഇല്ലാന്നല്ല. പക്ഷെ നമുക്ക് അങ്ങനെ അത് കൂടുതലാവുമ്പോ നമുക്ക് രണ്ട് വാഹനങ്ങൾ എടുക്കുമ്പോ ഏറ്റവും കൂടുതൽ നമുക്ക് ടെൻഷൻ ഇല്ലാതെ കൊടുക്കാൻ പറ്റും. കസ്റ്റമർക്കും ഒരു വണ്ടി എടുക്കുമ്പോൾ 5-6 കൊല്ലം സുഖസുന്ദരമായിട്ട് ഓടിക്കാൻ പറ്റും. നമുക്കും ആ ടെൻഷൻ ഇല്ല. 4 മാസം അല്ലെങ്കിൽ 2 മാസം നിർത്തിയിട്ടാലും ഒരു കംപ്ലൈന്റ് വരാനില്ല എന്നുള്ള ധൈര്യത്തോടു കൂടെ വാങ്ങാൻ എടുക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ ആകുന്നുള്ളൂ. അപ്പോ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യണം. ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മളെ ചാനൽ കാണുകയും മറക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. കടന്റെ ലൊക്കേഷൻ നമ്മുടെ ഡീറ്റെയിൽസ് അതിനൊക്കെ ഡിസ്ക്രിപ്ഷനിലും നമ്പറൊക്കെ സ്ക്രീനിലും ഉണ്ടാവും. ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ മറക്കണം. അപ്പൊ അടുത്തുള്ള അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം.